താങ്ക് യു. ഒരുപാട് സന്തോഷം. വിശ്വകർമ്മ സൗഹൃദവേദി എറണാകുളം ഗ്രൂപ്പിന്റെ സ്നേഹാഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട് നമ്മുടെ വത്സ ദേവദാസ്. ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമുക്കിനി ഒന്ന് രണ്ട് അടിച്ചുപൊളി പാട്ടുകളിലേക്ക് പോയ ശേഷം ബാക്കി നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ ഷോബിൻ സയ്യമ്പള്ളി എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഷോബിൻ ചേട്ടാ ഒരുപാട് നന്ദി. നമ്മുടെ എല്ലാ പ്രോഗ്രാമും സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഷോബിൻ ചേട്ടാ എത്തിയതിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നു. എന്നാൽ സല്ലാപത്തിലെ ഒരു പാട്ട് അങ്ങ് പാടിക്കളാൻ പറഞ്ഞിട്ട് വന്ന് കയറുന്നതിനെപ്പെട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. വേണ്ട, സല്ലാപത്തിലൊരു പാട്ടങ്ങ് കയറ്റിക്കോളെ. തീർച്ചയായിട്ടും ഷോബിൻ ചേട്ടാ നമ്മുടെ ശ്രീ ചേച്ചിയെ കൂടി വിളിച്ചിറക്കണം. ബബീഷ് തൃശ്ശൂർ ആശംസകൾ അറിയിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. അഭിലാഷ് അബി കിങ്ങിണിമോൾ ഞങ്ങളുടെ മുത്താണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം. സജിമോൾ ബൈജു നീ പാതി ഞാൻ പാതി കണ്ണേ പാടുമോ ഈശ്വര, ആ പാട്ട് അറിയില്ല. ഗോപി മാമ്പുറം അമ്പലപ്പുഴ ഒന്ന് പാടുമോ വെച്ചിട്ട് തീർച്ചയായിട്ടും അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് ആ പാട്ടിൻ്റെ രണ്ടുപേരും പാടിക്കും. പാടിയ ശേഷം നമുക്ക് അങ്ങോട്ട് പോവാം. അടുത്തത് കിങ്ങിണിക്കുട്ടിയുടെ ഒരു ഡോലാരെ എന്ന ഒരു അടിച്ചുപൊളി പാട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് അമ്പലപ്പുഴ എന്ന സോങ് ഒന്ന് പാട് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോപി മാമ്പുറം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വേണ്ടി അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് എന്ന ഗാനം ഒന്ന് പാടാം. അപ്സരകുമാർ വിശ്വർമ്മ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിഷ്ണു ഹരി, ജയകുമാർ വി ടി, ഗിരീഷ് കുമാർ, ബൈജു പി എ താങ്ക് യു പറയുന്നുണ്ട്. ഒരുപാട് അങ്ങനെ ഒട്ടനവധി പേർ മെസ്സേജ് അയക്കുന്നുണ്ട്. രാജീവ് വിളയ ഒരു തളം മാത്രം സൂപ്പർ ഇളയാന്നുണ്ട്. വീണ്ടും ഒരുപാട് പുറകിലാണ് ഞാൻ മെസ്സേജ് വായിച്ചു വരുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് മെസ്സേജുകൾ വഴി ഒന്ന് പോകേണ്ടതുണ്ട്. കാരണം മെസ്സേജുകൾ സ്ക്രോളായി പോയി തുടങ്ങി. ഒരു കലം ചിറ്റതാ ഇപ്പോഴും ഒരു കലത്തിൽ കിടക്കുന്നേ ഉള്ളത്. ഇവിടെ പറഞ്ഞേട്ടാ ചിറ്റ ഇപ്പോഴും ഒരു കലത്തിൽ കിടക്കുന്നേ ഉള്ളത്. ഒരു കലം അല്ലടിക്ക് ഇങ്ങനെ ഒരു ദളം. താങ്ക് യു. ഒരുപാട് സന്തോഷം. ഗോപി മാമ്പുറം അദ്ദേഹം പറയുന്നത് എന്നെ ഒന്ന് മൈൻഡ് മീന്ന്. തീർച്ചയായിട്ടും മൈൻഡ് ചെയ്തു. ഞാൻ ഇപ്പോഴാണ് ആ മെസ്സേജ് കണ്ടത്. കാരണം ഒരുപാട് മുകളിലായിരുന്നു മെസ്സേജ് ഞാൻ വായിച്ചുകൊണ്ട് വന്നിട്ട്. അഭിലാഷ് അബി ചോദിക്കുന്നുണ്ട് നമ്മുടെ മാമനും മാമിയും ഒന്നും കാണുന്നില്ലല്ലോ എവിടെയെന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും അവരൊക്കെ വരുന്നുണ്ട്. പുതിയ ഗായകരൊക്കെ വരും. തീർച്ചയായിട്ടും നിങ്ങളുടെ ഷെയറും സപ്പോർട്ടും ഞങ്ങൾക്ക് തരണം. അപ്പം ഷെയർ ചെയ്യാൻ മറന്നു. നമ്മുടെ സേതുലാൽ ചേറായി ശ്രവണ മനോഹരം എന്നുണ്ട്. ഒരുപാട് സന്തോഷം. ഗോപി മാമ്പുറം അമ്പലപ്പുഴയെ പാടൂ എന്നുള്ളത്. തീർച്ചയായിട്ടും അപ്പോൾ ഇവർക്കൊന്നും ഷെയർ ബട്ടൺ കാണുന്നില്ല. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ പ്രോഗ്രാം നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി എത്തിക്കാനായിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പോൾ കിങ്ങിണിക്കുട്ടി ഒരു അടിച്ചുപൊളിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ എല്ലാവരും ഒന്ന് ഉത്സാഹിച്ച് കിങ്ങിണിക്കുട്ടിയുടെ ഈ ഒരു പാട്ട്, ഈ ഒരു ഡോലാരെ എന്നുള്ള ഒരു സോങ് മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഡോലാരെ എന്ന ഗാനത്തിലേക്ക്
താങ്ക് യു. ഒരുപാട് സന്തോഷം. ഒരുപാട് മെസ്സേജുകൾ എത്തിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ വത്സ ദേവദാസ് ഒരു പാട്ട് ചോദിച്ചത് കിട്ടിയില്ല എന്ന് പറഞ്ഞത് എനിക്കൊന്ന് കൊട്ടാരം മുറ്റത്ത് പൂക്കളടർന്നു എന്ന പാട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും ആ പാട്ടൊന്ന് പാടാൻ ശ്രമിക്കാം. ഞങ്ങൾ ആ പാട്ടൊന്നും പാടിയിട്ടില്ല, എന്തായാലും ശ്രമിച്ചു നോക്കാം. അനുരാജ് കൈനിറയെ വെണ്ണ തരാം എന്ന പാട്ട് AK ഉണ്ണികൃഷ്ണൻ ഒന്ന് പാടി. കൈനിറയെ വെണ്ണ തരാം. കൈനിറയെ വെണ്ണ തരാം ആ പാട്ട് വലിയ പിടിയില്ല, അതുകൊണ്ടാണ് ആ പാട്ട് ഞങ്ങൾ വിടുന്നത്. താളത്തിലാവുന്ന പൈതങ്ങളെ, താളത്തിലാവുന്ന പൈതങ്ങളെ, നിങ്ങളും പോയിരുന്നോ ഒന്നാം ക്ലാസ്സിൽ, നിങ്ങളും പോയിരുന്നോ ഒന്നാം ക്ലാസ്സിൽ, പാട്ട് പാടിയാട്ടനായി കൂട്ടുകൂടിയവാൻ, പാട്ട് പാടിയാട്ടനായി കൂട്ടുകൂടിയവാൻ, താമര കണ്ണും ഉറങ്ങേണം, കണ്ണും പൂട്ടി ഉറങ്ങേണം, അച്ഛനെ പോലെ വളരേണം, അമ്മയ്ക്ക് തണലായി മാറേണം, അമ്പിളി മാമന്റെ കൊമ്പില്ല കൊമ്പനെ കയ്യിലുയർത്തേണം, രാരീരം രാരീരം രാരാരോ, രാരീരം രാരീരം രാരാരോ, പൂമ്പാറ്റേ പൂമ്പാറ്റേ വീണൊരുക്കി കാത്തിരിക്കുന്നു, വെട്ടമണ്ണു തട്ടിയപ്പോ നെറ്റിയുറന്നു, പൂക്കളപ്പെ പൊട്ടി വീഴുന്നു, മണ്ണുവാരി കാലിക്കും വെള്ളം ചീരിക്കും, കാറു കാറു കാറത്തൊരു കുസരിക്കുത്തൻ, ചിനു ചീനെ ചിനുങ്കുന്ന കൂറമ്പൻ കുത്തൻ, അമ്മന്റെ ജക്കുത്തൻ, അമ്മന്റെ ജക്കുത്തൻ. താങ്ക് യു. ഒരു മഴ പെയ്ത് തോന്നുന്നതുപോലെ അവന് മയക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സപ്പോർട്ടുകൾ. വിശ്വകർമ്മ സൗഹൃദ വേദി, താങ്ക്സ് അലിയാൻ, കിങ്ങിണി മോളെ, മനീഷ് പോയി. ഒരുപാട് മെസ്സേജ് എടുത്തിട്ടുണ്ട്. ബഹുത്ത് ബടിയ ഗാനായ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജ്യോതിലക്ഷ്മി മേനോൻ, തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. ഹിന്ദിയൊക്കെയാണോ ഉപയോഗിക്കുന്നത്? സക്കീർ ഒരുപാട് സന്തോഷം. ശ്രീകുമാർ ചടയമംഗലം, ശ്രീകുമാർ ഹായ്, നമ്മുടെ കൊച്ചപ്പൻ്റെ മകനാണ് എത്തിയതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ എല്ലാ പ്രോഗ്രാമും സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്, എന്തായാലും എത്തിയതിൽ ഒരുപാട് നന്ദി. തീർച്ചയായിട്ടും ശ്രീമാരാ ഷെയർ ചെയ്യാൻ മറക്കരുത്. രാജേന്ദ്രകുമാർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് നന്ദി. ശ്രീകുമാർ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം. ബാബി TP, സന്തോഷ് പതനാടകം അങ്ങനെയാണെന്ന് തോന്നുന്നു. എന്തായാലും ചുരാക്കെ ദിൽമേര എന്ന സോങ് പാടുമോ? ചുരാക്കെ ദിൽമേര ആ പാട്ട് അറിയാൻ പാടി എങ്ങനെ? ആ പാട്ട് അറിയില്ല, പകരം വേറെ ഒരു പാട്ട് പാടിത്തരാം. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എൻ്റെ മക്കളെ പരിചയപ്പെടുത്തി. ഇനി നെല്ല് എൻ്റെ ഭാര്യയെ ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടു. അയ്യോ എൻ്റെ അമ്മച്ചി, നിങ്ങൾക്ക് തമാശ ജീവൻ മരണ പോരാട്ടമാണ്, ജീവിതം കൊണ്ടുള്ള കളിയാണ്. നിങ്ങൾക്ക് പിന്നെ എന്നൊക്കെ പറഞ്ഞാൽ മതി, ഞാനിവിടെ കിടന്ന് അനുഭവിക്കുന്നത് എനിക്കേ അറിയത്തുള്ളൂ. അപ്പോൾ അത് നിന്റെ മുതുകാണോ പറയാം. അത് മോശമൊന്നുമല്ല, മുതുകിട്ട് മൊത്തം രക്തം ചേർത്തിറക്കുന്നത് ഞാൻ കണ്ടില്ലേ, കുനിച്ച് തീർത്തുള്ള ഇടിയാ. പിന്നെ അവക്കുള്ള കയ്യിലെ മുട്ടിന് പിന്നെ ഈ മാംസം കുറവായതുകൊണ്ട് എനിക്ക് തെളിഞ്ഞ് കാണാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എൻ്റെ മക്കളെ ഒന്ന്, എനിക്കെല്ലാം ചതവാ, ഇത് മൊത്തം കലങ്ങി കിടക്കുക, ഈ അറഞ്ചം പുറച്ചുള്ള ഇടിയ പാവം. എന്തായാലും ഇനിയിപ്പോൾ ഞാനായിട്ട് ഇനി ഒരു അംഗത്തിനുള്ള തയ്യാറെടുപ്പിന് എടുക്കുന്നില്ല. അപ്പോൾ എന്തായാലും എൻ്റെ മക്കളെ പരിചയപ്പെടുത്തിയ സ്ഥിതിക്ക് ഇനി എൻ്റെ ജീവിത ബംഗാളിയെ കൂടി ഒന്ന് പരിചയപ്പെടുത്താം. ജീവിത പങ്കാളി മിസ്സസ് ഷാനി രാജീവ് ഓൺ ദ സ്റ്റേജ്. അപ്പോൾ
ഇതാണ് അയ്യോ. അപ്പോൾ ഇതാണ് എൻ്റെ പ്രിയ പ്രിയ പത്നി, എൻ്റെ പ്രിയ പത്നി ഷാനി രാജീവ്. ഈ മുട്ടുകൊണ്ടൊക്കെ കഴിഞ്ഞ ആണ്ടെ ഈ മുട്ടിനൊക്കെ ആ മുട്ട് വെച്ചൊക്കെ ഇടിച്ചാൽ പിന്നെ വല്ല രക്ഷയുണ്ട്, മൊത്തം കലക്ക്. അതുകൊണ്ട് ഞാനായിട്ട് ഇപ്പോൾ വലിയൊരു പ്രശ്നത്തിന് പോകത്തില്ല, വെറുതെ എന്തിനാ നമ്മളെ തടി കേടാക്കുന്നത്. അപ്പോൾ ഇല്ല അതൊക്കെ ഇതിനകത്തുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നിനൊക്കെ പറക്കങ്ങ് എറിയുക, ഇല്ലെങ്കിൽ ഞാൻ കിടന്ന് കരയേണ്ടി വരും. അതുകൊണ്ട് അപ്പോൾ നിന്റെ സമുണ്ടെന്ന് നാട്ടിലൊന്ന് കേക്കട്ടെ, ഇഞ്ഞി വാ. അവള് ഹായ് പറഞ്ഞ രംഗമാ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇല്ലെങ്കിൽ വലിയ പാടാന്നപ്പോൾ ജീവിതം. അപ്പോൾ ശരി പോകാം, അതിനിടയ്ക്ക് അവിടെ അടി നടന്ന്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഞങ്ങളുടെ കുടുംബം. ഇനി കഴിഞ്ഞിട്ടില്ല, ഇനിയുമുണ്ട് നമ്മുടെ ഗായകർ വരാൻ. നിങ്ങൾ ഒരുപാട് കാത്തിരുന്ന ഗായകരും ഗായകനുമൊക്കെ എത്തും. അപ്പോൾ അതിന് മുമ്പിട്ടായിട്ട് അടുത്തേതാ, മാമഴയിലെ പൂവനിയിലെ പൂവെയിലിലെ എന്ന ഗാനം, ആ ഗ്ലാസ് ഒന്നേ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം, ഒരുപാട് മെസ്സേജുകൾ.
താങ്ക് യു ഒരുപാട് സന്തോഷം. ഒരുപാട് സപ്പോർട്ട് എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ജ്യോതിലക്ഷ്മി മേനോൻ, ജിജി സന്ദീപ്, സന്തോഷ് പതനാടകം. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ജ്യോതിലക്ഷ്മി മേനോൻ, അപ്പോൾ നമ്മുടെ രാജേന്ദ്രകുമാർ, അങ്ങനെ ഒട്ടനവധി പേർ മെസ്സേജ്. വിശ്വകർമ്മ അപ്സരകുമാർ വിശ്വകർമ്മ, ഒരുപാട് സന്തോഷം. വിജി രാജേഷ്, നമ്മുടെ വിജിലാൽ എത്തിയിരുന്നു. പക്ഷേ ഞാൻ പറയാൻ വിട്ടു. വിജിലാൽ വന്ന് ഒരുപാട് സമയം മെസ്സേജ് അയച്ചിരുന്നു, വിട്ടുപോയി, ക്ഷമിക്കുക. സുമംഗള, സുമംഗല, അക്ഷരം സ്പേസൊക്കെ ഇട്ടാ സംഭവം തെറ്റിപ്പോയി. ഞാൻ ഇത്രയും വായിച്ചത് സുമ എൻ ഗ്ല എന്ന്. പണ്ടേ ഞാൻ ഇംഗ്ലീഷ് ഇച്ചിരി വീക്കാ. അതിനിടെ കൂടെ ആ എന്നിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ്, ഒരു സ്പേസ് കൊണ്ട് എൻ വലിയ അക്ഷരം വന്നു. അപ്പോൾ പിന്നെ ഞാൻ സുമ എൻ ഗ്ല സംഭവം സുമംഗലെന്നായിരുന്നു. ഇപ്പോൾ പറഞ്ഞു തന്നപ്പോഴും മനസ്സിലായി. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. രാജൻ അലിക്കൽ തൂത്ത, ഇതൊക്കെ ഏത് രാജ്യമാണ് ആലോചിക്കുന്നത്? നീ എൻ്റെ അടുത്ത് പറയാ നൈജീരിയ ഒരാളിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വേൽ മുയൽമുരുക പഴനിമലയിൽ മുരുക, ഈശ്വര ആ പാട്ടൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും അടിപൊളി. സൂപ്പർ എന്നുണ്ട്. സുനിത വിജയൻ ഹായ് പറഞ്ഞിട്ട്. ജ്യോതിലക്ഷ്മി മേനോൻ, ജിജി സന്ദീപ് എൻ്റെ അനിയത്തിയാണ്. ഓക്കെ അളിയ, നമുക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും നമ്മളെ സ്വന്തം അളിയൻ്റെ സ്വന്തം അനിയത്തിയാണ്. രേവത്തിൽ ഒരുപാട് സന്തോഷം. സന്തോഷ് പതനാടകം, അത് ഇതുപോലെ എന്തെങ്കിലും ഏർപ്പാടായിരിക്കും. പത്തനാട്. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി ഹിന്ദി സോങ് പോരട്ടെ എന്നുള്ളത്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. വെങ്കിട്ടസ്വാമി സേതു വണക്കം സേട്ടു സിംഗപ്പൂർ. ഓക്കെ, സന്തോഷം. സിംഗപ്പൂരിൽ നിന്ന് നമ്മുടെ പ്രോഗ്രാം സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാം സിംഗപ്പൂർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കടത്തി വിടുക. തീർച്ചയായിട്ടും അതെ, പാവപ്പെട്ടവരാണ്. തീർച്ചയായിട്ടും വണക്കം വെങ്കിട്ടസ്വാമി സേട്ടു. തീർച്ചയായിട്ടും ഉങ്ങളുടെ ഷെയർ നമുക്ക് എനിക്ക് ரொம்ப പിടിക്കും സാർ. ഷെയർ ചെയ്ത് അത്രയും മതി. സാറിനത് മനസ്സിലേക്ക് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി പ്ലീസ് ഷെയർ. ഇതൊക്കെ അറിയാമെങ്കിൽ ഞാനൊന്ന് ആരാടിക്കും എങ്ങനെ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. സുബ്രഹ്മണ്യൻ മുംബൈ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം. അപ്പോൾ മുംബൈയിൽ കൂടെയും ആ ഷെയർ ബട്ടൺ ഒന്ന് കടത്തി വിടുക. ശ്രീവള്ളി അമ്മ, ഷാനിയോടൊരു പാട്ട് പാടാൻ പറ എൻ്റെ പൊന്നമ്മേ. അപ്പോൾ വലിയ പാടുപെട്ടാണ്. ഏതാണ്ട് 10-40 കണ്ടിട്ടാണ് അവസാനം ഇതിനെ കിട്ടിയത്. ഇനി കളഞ്ഞ കേരളത്തിൽ പെൺപിള്ളേരില്ലെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ ഒരു പരുവത്തിൽ അങ്ങ് ജീവിച്ച് പൊക്കോട്ടെ. ഒരു പ്രാവശ്യം പാടാൻ പറഞ്ഞതിന് ക്ഷീണം എനിക്കിതുവരെ മാറിയിട്ടില്ല. അപ്പോൾ രാജ അലിക്കൽ തൂത്ത, നല്ല കിടുലൻ ഫാമിലി ആശംസകൾ അറിയിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ തന്നെ നെടുന്തൂണും വളരെ മനോഹരമായ ആലാപന ശൈലി കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കിയ മറ്റൊരു കലാകാരനെ, ശബ്ദമാധുര്യം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കിയ മറ്റൊരു അതുല്യ കലാകാരനെ ഞങ്ങളുടെ ഈ വേദിയിലേക്ക് ഒന്ന് പരിചയപ്പെടുത്താം. അദ്ദേഹത്തെ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ഈ പ്രോഗ്രാം കാരണം ഇല്ലെങ്കിൽ എല്ലാവർക്കും ഒരു തീരെ നഷ്ടം തന്നെ ആയി പോകാൻ സാധ്യതയുള്ള അത്രയും വലിയ ഒരു ഗായകനെ നമ്മുടെ പരിചയപ്പെടുത്തുന്നു. അഭിലാഷിടുന്ന് കമൻ്റ് ഇടുന്നത് മാമനെന്ന് നശിപ്പിച്ച് ആ എൻട്രോ കളഞ്ഞ്. അപ്പോൾ എന്തായാലും നമ്മുടെ അപ്പനെ ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി എന്താവോ എന്തോ ഒരു പിടിയില്ല. അപ്പോൾ അപ്പൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ ലൈവിലും പറയുമ്പോൾ തന്നെ അപ്പന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. കാരണം ഇത്രയും ഏകദേശം ഞങ്ങൾ 150ഓളം ലൈവുകൾ കഴിഞ്ഞു. ഈ 150 ലൈവുകളിൽ അപ്പൻ പാടിയിരുന്നു. ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് എന്തായാലും ഇതുവരെയും ഒരു പാട്ടും അപ്പൻ ഇന്ന് വരെ ഒരു വേദിയിലും മുഴുമിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ലൈവിലെങ്കിലും അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തേങ്ങ ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ചാൽ ഗണപതിക്ക് ഒഴിഞ്ഞടിച്ചുകൊണ്ട്. അപ്പോൾ അപ്പനെ ഞങ്ങളുടെ അപ്പനാണ് രാജേന്ദ്രൻ ആചാരി എന്നാണ് പേര്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. അപ്പനും പാട്ടൊന്നും പഠിച്ചിട്ടില്ല. അപ്പനെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു പഴയ പാട്ടിലേക്ക്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് ഞങ്ങളുടെ ഒരു ഇത് ലൈവിൽ കണ്ടിരുന്നു പോയി ഞാൻ. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. ഇത് കൈവിട്ട കളിയാണ്, എന്തും സംഭവിക്കാം. നിങ്ങൾ ഒന്ന് പിടിച്ചിരിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ തുടങ്ങാം. പറഞ്ഞതെല്ലാം ശരിയാണ്. ഇതുവരെ മുഴുവൻ പാടിയിട്ടില്ല. ഇതും അതുപോലെ സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം.
ഒരു നാടകമാണ്, പഴയ നാടകം. ആയിക്കോട്ടെ. ഇവരാരും ആ പാടത്തില്ല, ഞാൻ പറഞ്ഞ പാടാം. ചില്ലുമേടയിലിരുന്നെ സമയത്തിന് പറ്റിയ പാട്ട്. കല്ലെറിയല്ലേ എന്നെ കല്ലെറിയല്ലേ, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. എവിടെ നിന്നു വന്നു ഞാൻ, എവിടേക്കു പോണു ഞാൻ, എവിടെ നിന്നു വന്നു ഞാൻ, എവിടേക്കു പോണു ഞാൻ. വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ, കയ്യിൽ വെളിച്ചമുണ്ടോ. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. മോഹങ്ങൾ മരവിച്ചു, മോതിര കൈ മുരടിച്ചു, മനസ്സു മാത്രം മനസ്സു മാത്രം മുരടിച്ചില്ല, മുരടിച്ചില്ല. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. ദുഃഖഭാരം ചുമക്കും ദുർശകുനമാണു ഞാൻ, ചില്ലുമേടയിലിരുന്നെ കല്ലെറിയല്ലേ, കല്ലെറിയല്ലേ. ദുഃഖഭാരം ചുമക്കുന്ന ദുശകുനമാണു ഞാൻ, ചില്ലുമേടയിലിരുന്നെ കല്ലെറിയല്ലേ, കല്ലെറിയല്ലേ. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. താങ്ക് യു, താങ്ക് യു. എല്ലാവരും ഷെയർ ചെയ്യണേ, എന്നെ ആക്ഷേപിക്കരുത്. ലാസ്റ്റ് അപ്പം അപേക്ഷയും കൂടെ. എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടൊക്കെ ഒരുപാട് നന്ദിയിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് 726ഓളം ഷെയറുകൾ നമുക്ക് പോയി കഴിഞ്ഞു. തീർച്ചയായിട്ടും അതെല്ലാവരും കൂടി ഒന്ന് ഉത്സാഹിച്ച് അതിൻ്റെ 1000 ആക്കി തരാമെങ്കിൽ വളരെ സന്തോഷം. എന്തായാലും ഇതുവരെ ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്തും മെസ്സേജുകൾ അയച്ചും നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം നന്ദി അറിയിക്കുന്നു. രാജേശ്വരി ജാനമ്മ ശ്രീധർ ഹായ് പറഞ്ഞിട്ട്. രാജേശ്വരി ജാനമ്മ ശ്രീധർ നമ്മുടെ എല്ലാ പ്രോഗ്രാമും സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് തോന്നുന്നു കാണുവാനില്ലായിരുന്നു, എന്ത് പറ്റിയെന്നറിയില്ല. എന്തായാലും എത്തിയതിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നു. അഭിലാഷ് സൂപ്പർ പ്രോഗ്രാം. സന്ധ്യ സോമൻ ഒരുപാട് സന്തോഷം, സപ്പോർട്ടൊക്കെ നന്ദി. രാജേശ്വരി ജാനമ്മ ശ്രീധർ ഓൾ ദി ബെസ്റ്റ് പറയുന്നുണ്ട്, ഒരുപാട് സന്തോഷം. സജി മോൾ ബൈജു ഒരുപാട് സന്തോഷം. സന്ധ്യ സോമൻ, രാജൻ അഖിൽ കാലിക്കട്ട് ഒരു രക്ഷയുമില്ലെന്നുണ്ട്, ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഓമനക്കുട്ടൻ MG സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ലവ് യു ആൾ എന്ന് പറഞ്ഞിട്ട് സജി മോൾ ബൈജു ഒരുപാട് സന്തോഷം. അജിത് മോഹൻ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം. രാജൻ ഹായ് പറഞ്ഞിട്ട്. കലാധരൻ വാസ്തു ആചാര്യ സൂപ്പർ എന്നുണ്ട്, ഒരുപാട് സന്തോഷം. ജയേഷ് കുമാർ എസ് നമ്മുടെ
സുമംഗല സുമംഗല ഇപ്പോഴാണ് എഴുതി തിരിച്ചു വിട്ട്. ഇത് കറക്റ്റായിട്ട് നേരത്തെ എഴുതിയിട്ട് ഞാൻ ഈ സുമ എങ്കള എന്ന് വായിക്കായിരുന്നു. ഇപ്പോഴാ സംഭവങ്ങളെ സുമംഗല. കലാധരൻ വാസ്തു ആചാരി ഹായ് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം. നമ്മുടെ സുനിൽ കലയം ഹായ് പറഞ്ഞിട്ട് ഹായ് സുനിൽ, ഒരുപാട് സന്തോഷം. അഭിലാഷ് മാമോ എന്ന് വിളിക്കുന്നുണ്ട്. വിപിൻ നബുകുമാർ നൈസ് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം. അങ്ങനെ ഒട്ടനവധി മെസ്സേജുകൾ എത്തുന്നുണ്ട്. ജയേഷ് കുമാർ എസ് ഹായ് പറയുന്നുണ്ട്. ലളിത രാജു വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട് പോളിശരത്ത് നമ്മുടെ എല്ലാ പ്രോഗ്രാമും സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ ഇന്ന് പോളിശരത്ത് എത്താൻ ഇത്തിരി താമസിച്ച്, എന്തായാലും എത്തിയാലും ഒരുപാട് നന്ദിയിരിക്കുന്നു. അഖിൽ കാലിക്കറ്റ് ലൈവിൽ കണ്ടിരുന്നു പോയി ഞാൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടുകൾ ഒരുപാട് നന്ദിയിരിക്കുന്നു. ശ്രീവള്ളി അമ്മാൾ ഹായ് അപ്പ നമസ്കാരം പറഞ്ഞിട്ട് ശ്രീവള്ളി അമ്മാൾ ഒരുപാട് പാട്ട് ചോദിക്കുന്നു. അപ്പോൾ ശ്രീവള്ളി അമ്മാന് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ഉണ്ട് ശ്രീവള്ളി അമ്മാൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ശ്രീവള്ളി അമ്മാൾക്ക് വേണ്ടിയിട്ട് ശ്യാമാമ്പരം എന്ന ഒരു പാട്ട് റിപ്പോർട്ട് ഉണ്ട്. ശ്രീവള്ളി അമ്മാൾ ഒരുപാട് പാട്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആ പാട്ട് നമ്മൾ അഭിലാഷ് ചോദിക്കുന്നുണ്ട് മാമനെ തന്നെ നീ ട്രോളുന്നോടാന്ന്. അല്ല അപ്പനത് വേണം. അഭിലാഷ് രജീഷ് സി ഒരുപാട് സന്തോഷം. സുനിൽ കലയും ഹായ് പറയുന്നുണ്ട്, ഒരുപാട് സന്തോഷം. അപ്പോൾ ശ്രീവള്ളി അമ്മാളിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യാൻ കാരണം ശ്രീവള്ളി അമ്മാൾ ഒരുപാട് പാട്ട് ചോദിച്ചു, പാടാൻ കഴിഞ്ഞില്ല. തീർച്ചയായിട്ടും കണ്ടു കണ്ടാൽ മനമതി ചന്ദ്രകാന്ത കണ്ടു കണ്ടാൽ മനമതി ചന്ദ്രകാന്ത ശ്യാമാംബരം. സായന്തനത്തിന്റെ കണ്ണിൽ ശ്രുതി സാഗരം തിളങ്ങി ചാരേ കണ്ണൻ തുറന്നത് സുവർണ്ണ താരം. സായന്തനത്തിന്റെ കണ്ണിൽ ശ്രുതി സാഗരം തിളങ്ങി ചാരേ കണ്ണൻ തുറന്നത് സുവർണ്ണ താരം. സ്വർഗവതിക്കിളി തേടി തീരാത്തേ മൊഴികൾ നാദം മൃദുവായി പൊഴിയും നിലവിൽ പോലും കേട്ടാൽ മനമലി ഹൃദയമന്ത്രിന്ത് കേട്ടാൽ മനമലി ഹൃദയമന്ത്രിന്ത് താങ്ക് യു. ഒരുപാട് സന്തോഷം. ജ്യോതിലക്ഷ്മി മേന നമ്മളെ സ്വന്തം അളിയൻ പറയുന്നുണ്ട് പാവം അപ്പനെന്ന്. അതുകൊണ്ടെന്താ ഇന്നും അന്തസ്സായിട്ട് അപ്പനെ പണിക്ക് വിട്ട് മാന്യമായിട്ട് ജീവിക്കുന്ന രണ്ട് മക്കളാണ് ഞങ്ങൾ. രാവിലെ മൊബൈലിൽ അലാറം വെച്ച് രാവിലെ എണീച്ച് അപ്പനെ പറഞ്ഞ് പണിക്ക് വിട്ടിട്ട് അന്തസ്സായിട്ട് ബാക്കിയുള്ള സമയം ഞങ്ങൾ കിടന്ന് സുഖമായിട്ട് ഉറങ്ങും. അതിൽ കൂടുതൽ ഞങ്ങൾ എന്തിനു വേണം എന്താ വെച്ചാൽ മന്ദസമീരനിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓഡിയൻസിൻ്റെ ഇവിടുത്തെ അപേക്ഷ പ്രകാരം നമ്മുടെ അഭിലാഷിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടാണ് മന്ദസമീരനിൽ. തീർച്ചയായിട്ടും ആ പാട്ട് പാടാം. അപ്പം മാമൻ സൂപ്പറല്ലേ, ഇതുപോലെ ഒരു അപ്പനെയും അമ്മയും കിട്ടിയത് ഭാഗ്യമല്ലേടാന്ന് ചോദിക്കുന്നു അഭിലാഷ് എല്ലാവരും ചോദിക്കുന്നത് ഇതുപോലെ രണ്ട് മക്കളെ കിട്ടിയ അവർ ഭാഗ്യവരായിരുന്നു. ഇതിലേതാ ഇപ്പം ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. അഭിലാഷ് അർക്കന്നൂർ ഒരുപാട് സന്തോഷം. അഖിൽ കാലിക്കട്ട് ഒരുപാട് സന്തോഷം. ജയേഷ് കുമാർ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് അഖിൽ കാലിക്കട്ട് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഒരുപാട് നന്ദി. അപ്സരകുമാർ വിശ്വ മാമ സൂപ്പർ എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം. അപ്രേരണ ഒരുപാട് നന്ദി. സുമംഗല ഒരുപാട് നന്ദി. ഒരുപാട് മെസ്സേജുകൾ എത്തിയിട്ടുണ്ട്. എന്തായാലും അടിപൊളി സോങ് ഗോഡ് ബ്ലസ് എന്ന് പറയും. തീർച്ചയായിട്ടും അപ്പോൾ നമുക്കിനി ഒരു അടിച്ചുപൊളിയിലേക്ക് എല്ലാവർക്കും എന്തോ ഒരു ഉഷാറില്ലാത്ത പോലെ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് ജില്ലം എന്ന ഒരു അടിച്ചുപൊളിയിൽ പാട്ടിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടുന്നത് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത് നമ്മുടെ ഈ പ്രോഗ്രാം
കുറച്ചുകൂടി വ്യൂവേഴ്സ് ഒന്ന് കൂട്ടിത്തരിക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും ജില്ലം എന്ന ഒരു പാട്ടിന് ശേഷം നമുക്ക് അടുത്ത മറ്റൊരു ഗായികയെ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ അതുകൊണ്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഒന്നുകൂടി നമ്മുടെ വ്യൂവേഴ്സിനെ ഒന്ന് ഉയർത്തി തരിക. ഷെയർ ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, പ്ലീസ് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും പ്ലീസ് ഷെയർ. ഒരുപാട് സന്തോഷം. അജേഷ് പോലിക്ക നമസ്കാരം പറഞ്ഞിട്ട് അതിനിടയ്ക്ക് ആരോ നമ്മുടെ ഇതെവിടാ സ്ഥലം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കൊല്ലം ജില്ലയിലെ ചടയമംഗലം എന്ന സ്ഥലത്താണ് വരുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മുടെ ജ്യോതിലക്ഷ്മി അളിയൻ എന്തൊക്കെ കമൻറ്റുകൾ ഇടുന്നുണ്ട്, എന്തായാലും വായിക്കാൻ കിട്ടില്ല. പ്രമോദ് ആയൂർ നമ്മുടെ എല്ലാ പ്രോഗ്രാമും സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വ്യക്തി. അടിപൊളി, ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു ഉഷാർ ബാക്കിയുള്ള പോയി
അപ്പോൾ എന്തായാലും പ്രമോദന ഒരുപാട് സന്തോഷം. നമ്മുടെ പ്രോഗ്രാം സപ്പോർട്ട് ചെയ്യുന്ന നിലത്തിൽ ഒരുപാട് നന്ദി. അപ്പോൾ ആ ചേട്ടൻ്റെ പാട്ട് നന്നായെന്ന് പറയുന്നത് അജേഷ് പുലിക്ക, ഒരുപാട് സന്തോഷം. സജീർ നൈസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം. സൂപ്പർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പന് ഒരുപാട് മെസ്സേജുകൾ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വോയിസ് എല്ലാം മെസ്സേജുകളെല്ലാം ഞങ്ങൾ പിന്നെ ഇരുന്ന് വായിച്ച് മെസ്സേജ് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഒരുപാട് നന്ദി. കാരണം ഒരുപാട് മെസ്സേജുകൾ കടന്നുപോയി, ക്ഷമിക്കുക. എന്തായാലും ഒരുപാട് നന്ദി. വത്സ ദേവദാസ് എള്ളോളം തരി പൊന്നന്തിന എന്ന പാട്ട് പാടുമോ? നാടൻ പാട്ട് എങ്ങനെക്കറിയാമോ? അപ്പോൾ അതിനു മുമ്പിട്ടായിട്ട് നമുക്ക് മറ്റൊരു ഗായികയെ കൂടി ഒന്ന് പരിചയപ്പെടുത്താം. അതും കൂടെ അനുഭവിക്കാനുള്ള വിജയം ഒരുക്കുണ്ടെങ്കിൽ പറഞ്ഞിട്ട് തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ശ്രീവള്ളി അമ്മ ഹായ്. രാജേഷ് ഞാനിവിടെ ഇരിപ്പുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ കാണുന്നുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. സിന്ധു മുരളി ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങൾ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന മറ്റൊരു ഗായിക, ആ ഗായികയെക്കുറിച്ച് പറയുകയാണെങ്കിൽ രാജേഷ് അളിയ അമ്മാവൻ ഇവിടെ ഉണ്ട്. അമ്മാവൻ ഷർട്ടൊക്കെ ഇടാതെ അവിടെ പിന്നെ ബോഡി ബിൽഡേഴ്സും ബോഡി ഷോയൊക്കെ കാണിച്ചിങ്ങനെ ഇരിക്കുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങൾ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന മറ്റൊരു ഗായിക, ആ ഗായികയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിരവധി ഗാനമേളകളിലും ഒരുപാട് സ്റ്റേജ് ഷോകളിലും പങ്കെടുത്ത് വാരിക്കൂട്ടിയിട്ടുള്ള സമ്മാനം വാരിക്കൂട്ടിയിട്ടുള്ള മറ്റൊരു മഹത് വ്യക്തി, അതുല്യ കലാകാരി. അതെ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ടോപ്പ് സിംഗറിൽ സെലക്ഷൻ കിട്ടിയ മറ്റൊരു കലാകാരി, നമ്മുടെ ജാനകി അമ്മയോടൊപ്പം ഒരുമിച്ചിരുന്ന് പാട്ടുകൾ പാടുകയും പഠിച്ച അവസാനം നാട് കഴിച്ചപ്പോൾ എണീച്ചു വന്ന് ജാനകി അമ്മയ്ക്ക് ഒരു എതിരാളി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വളരെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെയും ഒരു നിറഞ്ഞ കയ്യടിയോടെയും നമ്മൾ ആ വ്യക്തിയെ സ്റ്റേജിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അന്നത്തെ ആ ഒരു പാട്ട് പഠിത്തത്തിൽ ഇന്ന് ആകപ്പാടെ കൈമുതലായി കിട്ടിയത് നല്ല ശ്വാസം മുട്ടും നടുവേദനയും മാത്രം. അതുകൊണ്ട് തന്നെ ഈ ഓക്സിജൻ സിലിണ്ടർ, ഈ കൊറോണ കാലം ഓക്സിജൻ സിലിണ്ടറിൻ്റെയൊക്കെ വലിയ ക്ഷാമമുള്ള ഈ അവസരത്തിൽ എൻ്റെ അമ്മ, നിങ്ങൾ കട്ടിയായ പാട്ടുകളൊന്നും പാടി ഈ വേദി അലങ്കോലമാക്കരുതേ എന്ന ഒരൊറ്റ അപേക്ഷയോട് കൂടി ആനയിച്ചതായിരുത്തിയിട്ടുണ്ട്. ഇനി എന്തൊക്കെ നടക്കുമോ ഓക്സിജൻ ഇങ്ങോട്ട് ഈ വേദി ധന്യമാക്കി തീർക്കാൻ ഓക്സിജൻ സിലിണ്ടർ എടുത്തിട്ടില്ല. ഇപ്പം ആശുപത്രിയിലൊക്കെ ഇതിൻ്റെ ക്ഷാമമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ വളരെ എന്തൊരു രണ്ട് വാക്ക് പറയാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, പറയാം. അപ്പോൾ എന്തായാലും പാട്ടും മേളവും തുടങ്ങട്ടെ. ഹലോ എന്തൊരു രണ്ട് വാക്ക് പറയാനുണ്ട്. അതിനുള്ള ആ ഒരു സ്റ്റാർട്ടിങ് തട്ടിക്കോ പോരട്ടെ. ഹലോ, എന്നെ നാണം കെടുത്തി തൊലി വിരിച്ചിവിടെ വന്നിരിക്കാൻ വയ്യാത്ത രീതിയിലാക്കിയിട്ടാ ഒന്നുമില്ല വിളിച്ചു വരുത്തുന്നത്. നിങ്ങൾ ധൈര്യമായിട്ട് തട്ടിക്കോ. എന്തായാലും ഇത്ര അനുഭവിച്ചവർ ഇതും അനുഭവിക്കാൻ തയ്യാറായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും അമ്മ ഏത് പാട്ടാ? ശംഖുപുഷ്പം. കഴിഞ്ഞ ആഴ്ചയിൽ ഗംഗയായിരുന്നില്ലേ? ഗംഗേ ആ പോയ കിളി ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ല. അടുത്തത് ഞാൻ അതാ പാടാൻ. ഗംഗ നന്നായിരിക്കും. അപ്പോൾ അതോടുകൂടി അങ്ങ് പോയാൽ മതി ഗംഗയിലോട്ട്. നിങ്ങൾ ഞങ്ങളെ ഗംഗയിലോട്ട് പറഞ്ഞു പിടിക്കുവോ? അടുത്തതാ. അപ്പോൾ അമ്മയുടെ ഒരു പാട്ടിലേക്ക്. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ മാനത്തെ വനജോത്സ നനയ്ക്കുവൻ പൗർണമി മൺകുടം കൊണ്ടു നടക്കുമ്പോൾ
ശകുന്തളേ ശകുന്തളേ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരപുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ താമരയിലകളിൽ അരയന്ന പെൺകൂടി കാമലേഖനമെഴുതുമ്പോൾ നീലക്കാടുകൾ മലർമെത്ത വിരിക്കുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. ശകുന്തളേ ശകുന്തളേ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരപുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. താങ്ക് യു. പാട്ട് പാടുന്ന അമ്മയാണെങ്കിലും ആദ്യം ബഹളം മൊത്തം അപ്പന. എന്തായാലും ഒരുപാട് സന്തോഷം. ഞങ്ങൾ ഇതൊക്കെ പറയുന്നത് ചുമ്മാ തമാശയ്ക്ക് വേണ്ടി മാത്രമാണ്. അമ്മയും പാട്ട് പഠിച്ചിട്ടുള്ളതെന്നല്ല. ഞങ്ങൾ ഇത്രയെങ്കിലും പാടുന്നുവെങ്കിൽ അത് അവരുടെ ഒരു കഴിവും ഒരു മാത്രമാണ്. അവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങളും നിങ്ങളുടെയൊക്കെ മുന്നിൽ ഈ ഇരിക്കുന്നതും ഈ രണ്ടുപേരെങ്കിലും പാടുന്നതും. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമിലും അവരെ ഞങ്ങൾ ഉൾപ്പെടുത്തും. കാരണം അവരുടെ പാട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതല്ല, അവർ ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമിലും വേണം. അതാണ് ഞങ്ങളുടെയും ഒരു ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ആ സമയം നിങ്ങളെ ചുമ്മാ ഒരല്പം നേരം പോക്കിനായി ഓരോന്ന് പറയുന്നു മാത്രം. കാരണം അത് അവർ രണ്ടുപേരും ആ ഒരു രീതിയിൽ മാത്രമേ എടുക്കുകയുള്ളൂ. ആ ഒരു വിശ്വാസം ഞങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും വേറൊന്നും വിചാരിക്കേണ്ട, എന്നെ ചീത്ത വിളിക്കരുത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മുൻകൂർ ജാമ്യം ആണ് ഞാൻ ഈ എടുത്തത്. ഭാഗ്യം ചെയ്ത കുടുംബം ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. അപ്പം നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടുകൾ തന്നെയാണ് ഞങ്ങളുടെ ഒരു ഊർജം. രാജേഷ് അളിയ അമ്മാവൻ അവിടെ ഉണ്ടോ? പാടിക്കുന്നുണ്ട്. അമ്മാവൻ പാടുന്നില്ലെന്നാണ് പറയുന്നത്, പുള്ളി ഉറങ്ങി. ഗായത്രി ഷിബു നന്നായി പാടി എന്ന് പറഞ്ഞു. അഭിലാഷ് മാമി അടിപൊളി എന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് മെസ്സേജുകൾ അമ്മയ്ക്കും വന്നിട്ടുണ്ട്. അമ്മ നന്നായിട്ടുണ്ട്. സജിമോൾ ബൈജു ഒരുപാട് പറയുന്നത്. അനീഷ് അഭിലാഷ് സോണി കുഴിക്കല അളിഞ്ഞ കോമഡി അടിക്കാതെ പൊരാക്കെങ്കിലും മനസ്സിലായി അളിഞ്ഞ കോമഡി അത്. അപ്പോൾ എന്തായാലും ആ ഒരു അളിഞ്ഞ കോമഡിക്ക് വേണ്ടി ഒരു 2 ഷെയർ എക്സ്ട്രാ ചെയ്തേക്കുക. അതെ, സോണി കുഴിക്കല്ല അളിഞ്ഞ കോമഡി അടിക്കരുത്. എന്തായാലും അത് ഇഷ്ടപ്പെട്ടു. ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. ആ ഒരു അളിഞ്ഞ കോമഡിക്ക് വേണ്ടി 2 ഷെയർ എക്സ്ട്രാ ചെയ്തേക്കുക. ബാക്കിയുള്ളവരോട് അനുഭവിക്കണം. സജീർ മാമ സൂപ്പർ എന്നുണ്ട്. വത്സ ദേവദാസ് അമ്മ നന്നായി പാടുന്നു, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി പേർ മെസ്സേജുകൾ അയക്കുന്നത്. തീർച്ചയായിട്ടും കിടുക്കി സൂപ്പർ ലൈവ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം. ഉണ്ണികൃഷ്ണൻ കുന്നത്ത് താങ്ക് യു അമ്മയോറുണ്ട്. ഗിരീഷ് കുമാർ, അങ്ങനെ ഒട്ടനവധി പേർ മെസ്സേജുകളൊക്കെ. തീർച്ചയായിട്ടും നിങ്ങളുടെ മെസ്സേജുകളെല്ലാം നന്ദി അറിയിക്കുന്നു. അടുത്ത പാട്ടേതാ? അപ്പോൾ ജ്യോതിലക്ഷ്മി മേനോൻ ഞങ്ങളോടൊപ്പം തുടക്കം മുതലുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് എടുക്കുന്ന എല്ലാവർക്കും അളിയ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ലളിത രാജു അമ്മ വോയിസ് നൈസ് വോയിസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. പി കെ പുഷ്പ ഒരുപാട് സന്തോഷം. ശ്രീവള്ളി അമ്മാൾ ഒരുപാട് നന്ദി, സപ്പോർട്ടുകൾക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു. പ്രമോദായൂർ ഒരുപാട് നന്ദി, നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുകൾ ഒരുപാട് നന്ദി അറിയിക്കുന്നു. പ്രമോദായൂർ, നിങ്ങൾ ആ അമ്മയെ പ്രോത്സാഹനം കൊടുക്കുക, കരോക്കെ ഇട്ട് പാടിപ്പിക്കുക. ചിലപ്പോൾ നിങ്ങളെക്കാൾ മിടുക്കിയായി പാടും. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇതെല്ലാം അമ്മയോട് പറഞ്ഞതാണ്. പക്ഷേ കരോക്കെ ഇട്ട് പാടാൻ എന്തോ ഒരു ചെറിയ അറപ്പ്, അതുകൊണ്ടാണ് കരോക്കെ ഇട്ട് പാടാത്തത്. അപ്പോൾ നോക്കട്ടെ, തീർച്ചയായിട്ടും അടുത്ത ലൈവുകളിലൊക്കെ ഞങ്ങൾ കരോക്കെ ഇട്ട് തന്നെ പാടിക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കാം. അപ്പോൾ എന്തായാലും അവർ രണ്ടുപേരെ കൊണ്ട് ഇനിയും ഞങ്ങൾ കരോക്കെ
തന്നെ ഒന്ന് പാടിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. വത്സ ദേവദാസ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശ്രീവള്ളി അമ്മാൾ ഒരുപാട് നന്ദിയായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട്. എള്ളോളം തരി പൊന്നെന്തിനാ എന്ന പാട്ട് ചോദിച്ചിട്ടുണ്ട്. കിങ്ങിണിക്കുട്ടി, എള്ളോളം തരി പൊന്നെന്തിനാ പാടുന്നത്? എള്ളോളം തരി പൊന്നെന്തിനാ തനി തഞ്ചാവൂര് പട്ടത്തിനാ തങ്കം തെളിയണ പട്ടു തിളങ്ങണ ദന്തം നിനക്കാടി കണ്ടു കൊതിച്ചവൻ ചെണ്ടം കൊണ്ടെങ്ങും പണ്ടു പണ്ടേ പറക്കാടി പണ്ടു പോലെ പറക്കാടി കല്ലുമാലക്കാതിൽ കമ്മലതിൽ കണ്ണു വച്ചു പോകും കന്നിക്കതിരാണേ കല്ലിയവളുടെ ഉള്ളുന്നീരും ആരാരും കണ്ണു വച്ചു പോകും കന്നിക്കതിരാണേ. താങ്ക് യു. ആ പാട്ട് അങ്ങനെ വലിയായിട്ട് അറിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ നിർത്തിയത്. എന്തായാലും ഒരു നാടൻ പാട്ടിന് ഇടയ്ക്ക് ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും ആ പാട്ട് പാടാം. ഇതിനിടയ്ക്ക് അടുത്ത പാട്ട് ചോദിച്ചത് തുളസിക്കതിർ. ഇങ്ങനെ തുളസി അത് പാടി. മൗനം സ്വരമായ പാട്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഏതായിരുന്നു പെർഫെക്റ്റ് ഓക്കെ എന്ന ആ ഒരു പാട്ടിലേക്ക് നമുക്കൊന്ന് പോകാം. കിങ്ങിണിമോൾ പാട്ടിന്റെ ഒരു നിലവറയാണെന്നോട് തീർച്ചയായിട്ടും അഭിലാഷ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇപ്പോഴത്തെ അത്രയ്ക്കൊന്നുമില്ല. അതെ, അവള് തന്നെയാണ് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന്റെ ഒരു വിജയം. അവള് അപ്പോൾ പെർഫെക്റ്റ് ഓക്കെ എന്ന ഒരു പാട്ടിലേക്ക് പോകാം. പുളിക്കോലി കിങ്ങണി. ഓക്കെ. Perfect, okay, and it is tune and the dance and the cook and the back, okay. And it is tune and the dance and the cook and the back, tune and the dance and the cook and the back, tune and the dance and the cook and the back, tune and the dance and the cook and the back, okay. Oh, perfect, okay. ചോറ് ഉപ്പേരി അപ്പേരി നാലണിക്കൊരു ചായ ഒരു വാട ഒരു വാട ഒരു വാട ഒരു വാട ഒരു വാട ഉച്ചയ്ക്ക് ആംപ്ലേറ്റ് ചോറ് ഉപ്പേരി അപ്പേരി നാലണിക്കൊരു ചായ ഒരു വാട പച്ചാണ്ട് ചോറ് ഓക്കെ 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 ഓ പെർഫെക്റ്റ് ഓക്കെ ഓക്കെ പച്ചാണ്ട് ചോറ് താങ്ക് യു ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മുടെ ജ്യോതിലക്ഷ്മി ചേച്ചി ഒരു കഭി കഭി എന്ന പാട്ട് ചോദിച്ചിട്ടുണ്ട്. ചേച്ചി ആ പാട്ട് ഞങ്ങൾക്ക് അറിയില്ല, ക്ഷമിക്കുക, നമ്മുടെ സ്വന്തം അളിയനാണ്. അപ്പോൾ എന്തായാലും ജയശങ്കർ VT ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗിരീഷ് കുമാർ ഒരുപാട് സന്തോഷം. വത്സ ദേവദാസ്, അഭിലാഷ് കിങ്ങിണിമോൾ പാട്ടിൻ്റെ ഒരു നിലവറാണെന്നുണ്ട് ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും നമ്മുടെ ജ്യോതിലക്ഷ്മി അളിയും പറഞ്ഞിട്ടുണ്ട് എൻ്റെ മെസ്സേജ് റീഡ് ചെയ്തില്ല എന്ന്. എൻ്റെ പൊന്നളിയ കണ്ടു, പക്ഷേ ആ പാട്ട് ഞങ്ങൾക്കറിയില്ല. പകരം മറ്റൊരു പാട്ട് പാടിത്തരാം. കിങ്ങിണിക്കുട്ടിയുടെ ഒരു അറബ് പാട്ട് അങ്ങോട്ട്. അതെ, ഈ പാട്ടിന് ശേഷം കിങ്ങിണിക്കുട്ടിയുടെ ഒരു അറബ് പാട്ട് നമുക്ക് അങ്ങോട്ട് ഇട്ട് തരാം. അപ്പോൾ അത് ഒന്ന് തൃപ്തിപ്പെടുക. ജ്യോതിലക്ഷ്മിയിലിന് വേണ്ടിയിട്ട് ഒരു അറബ് പാട്ട് വരും.
അഭിലാഷ് അബി പൊളിച്ച് പ്രോഗ്രാം പെർഫെക്റ്റ് ഒക്കെ ഉണ്ട്, ഒരുപാട് സന്തോഷം. ഉണ്ണികൃഷ്ണൻ പെരിയ നൈസ് പ്രോഗ്രാം ഉണ്ട്, ഒരുപാട് സന്തോഷം. അഞ്ജലി അഞ്ജു ഹായ് എട്ടാന്ന് ഒരുപാട് സന്തോഷം. അപ്പോൾ അഞ്ജലി അഞ്ജു ഞങ്ങളുടെ പ്രോഗ്രാമിലേക്ക് എത്തിയതിൽ ഒരുപാട് നന്ദി. തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവരും. വിനു ഒരുപാട് സന്തോഷം, സപ്പോർട്ട് നന്ദി. രതീഷ് രവി ഹായ് പറഞ്ഞിട്ടുണ്ട്, ഹായ്.
രാജേഷ് കുമാർ സൂപ്പർ പാട്ട് ചേച്ചി എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം. രതീഷ് രവി, ജ്യോതിലക്ഷ്മി മേനോൻ, അങ്ങനെ ഒട്ടനവധി പേർ മെസ്സേജ് അയക്കുന്നു. തീർച്ചയായിട്ടും ഗിരീഷ് കുമാർ. അപ്പോൾ ഇന്ന് നമ്മുടെ ഇന്ന് പെരുന്നാളോടനുബന്ധിച്ച് നമ്മുടെ കിങ്ങിണിക്കുട്ടിയുടെ ഒരു മാപ്പിളപ്പാട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും വലിയ പെരുന്നാൾ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. രാജേഷ് അളിയെ അടുത്ത ലൈവിലെങ്കിലും അമ്മാവനെ കൊണ്ട് ഒരു പാട്ട് പാടിക്കണം. സൂപ്പർ ഗായകനല്ലേ? സൂപ്പർ ഗായകനാണ്, വിളിച്ചിട്ട് വരണ്ടേ? അപ്പോൾ അമ്മാവനെയൊക്കെ ഒരുപാട് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും പ്രസിഡന്റ് പ്രിയഭവൻ കിങ്ങിണി അടിച്ചു പൊളിക്കുന്നു. തീർച്ചയായിട്ടും ഉമാചന്ദ്രൻ ഒരുപാട് സന്തോഷം. ഉമ്മച്ചേച്ചി ഒരുപാട് നന്ദി. വിജി രാജേഷ്, ഉമാചന്ദ്രൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പി കെ പുഷ്പ, അഭിലാഷ്, അബി, ലേഖ രാജേഷ് അളിയ സൂപ്പർ എന്നുണ്ട് ഒരുപാട് സന്തോഷം. ബൈജു, ശ്രീവള്ളിയമ്മാൾ, അങ്ങനെ ഒട്ടനവധി പേർ മെസ്സേജിലേക്കുണ്ട്. ജ്യോതിലക്ഷ്മി മേനോൻ, ഒരു ഉത്സവ ഫീൽ തന്ന കാവിലെ പാട്ടിന് ടീമിന് നന്ദി അറിയിക്കുന്നുണ്ട് നമ്മുടെ അഭിലാഷ്. ഒരുപാട് സന്തോഷം. അഭിലാഷ് സർക്കിന് ഒരുപാട് നന്ദി. സൂപ്പർ ലൈവ് പ്രോഗ്രാം അഭിലാഷ് ഒരുപാട് നന്ദി. ജയശങ്കർ വി ടി സൂപ്പർ എന്നുണ്ട്. ഉമാചന്ദ്രൻ സൂപ്പർ എന്നുണ്ട്. സൂര്യപുത്രൻ കർണൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു. സുരേഷ് പി എ പി പനപ്പുഴ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം. അളിയന്മാരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സന്തോഷം. അങ്ങനെ അതെ, ഈ പാട്ട് കഴിഞ്ഞ ശേഷം നമ്മുടെ മണിച്ചേട്ടൻ്റെ നാടൻ പാട്ടിലേക്ക് വരാം. തീർച്ചയായിട്ടും നമ്മുടെ രതീഷ് രവിയാണ് നമ്മുടെ മണിച്ചേട്ടൻ്റെ ഒരു നാടൻ പാട്ട് ചോദിച്ചത്. തീർച്ചയായിട്ടും പാടാം. ശ്രീവള്ളി അമ്മാൾ നെറ്റ് തീർന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മുടെ പ്രോഗ്രാം ഇതുവരെ തുടക്കം മുതൽ ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങളുടെ കാവിലപ്പാട്ടിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു മാപ്പിളപ്പാട്ടിലേക്ക് എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക.